ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ധർമ്മന്റെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ്. തന്റെ സ്വന്തം ചേട്ടന്മാര് തന്നെയാണ് വിവാഹം മുടക്കി എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയാട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ബാലനാകെ വിഷമിച്ച് തല കുനിച്ച് നാണം കെട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ പറയണ്ട്, ബാല നീ വിഷമിക്കല്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ധർമ്മന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അവന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ തന്നെ നീ കണ്ടുപിടിച്ചു കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് തലതെറിച്ച് രണ്ടു മക്കളുണ്ട്. അവര് കാരണമാണ് എന്റെ മകന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയത്. അവരാലോചിച്ചില്ലല്ലോ അവരുടെ സ്വന്തം കൂടപ്പിറപ്പിന്റെ വിവാഹ ജീവിതമാണ് അവർ മുടക്കണേന്ന്. വാശിക്കും ദേഷ്യത്തിനും വേണ്ടി എന്റെ പാവം ധർമ്മന്റെ വിവാഹ ജീവിതം അവര് തകർത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഗോമതി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം അനു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ അമ്മായിയമ്മയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാണ്. അങ്ങനെ അവിടെ കണ്ണിന്റെ ആക്ഷനും അതുപോലെ തന്നെ സംസാരവും ഒക്കെ നമ്മുടെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ധർമ്മന്റെ വിഷമമൊക്കെ കാണുന്നത് കൊണ്ട് ഗോമതി പിന്നെ വേണ്ട, വീട്ടിലേക്ക് എത്തട്ടെ, അനുക്ക് വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ നിൽക്കുക കേട്ടോ. അതേസമയം എന്നാണെങ്കിൽ നമ്മുടെ ധർമ്മം പറയണ്ട, വേണ്ട വേണ്ട അളിയ, ഇനി എനിക്ക് കല്യാണം അത് ആലോചിക്കേണ്ടെന്ന് പറയാണ്. സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ അവിടെ നിന്ന് വിഷമിച്ചിട്ട് പോവാട്ടോ. അത് കാണുമ്പോൾ ബാലിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ബാലൻ പറഞ്ഞിട്ട് ഞാൻ അവന് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞത് ഞാൻ നിർബന്ധിച്ചിട്ടാ. ഞാൻ കാണും അവൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. ഗോമതി നിനക്കറിയാവോ, ഈ കല്യാണം ഉറപ്പിച്ചത് പിന്നെ ഞാൻ അവനെ ചെറുപ്പം മുതൽ അവന്റെ ചെറുപ്പം നാൾ മുതൽ ഞാൻ അവനെ കാണുന്നതാണ്. അവന് ഒരു സ്വപ്നങ്ങളോ ഒരു സംഭവം അവനില്ല. പൈസയോ ഒന്നിനോട് ആർത്തിയോ ഒരു ആക്രാന്തോ ഒന്നും ഇല്ലാത്തവൻ അവൻ. പക്ഷെ ഈ കല്യാണം ഉറപ്പിച്ചത് പിന്നെ ഞാൻ കാണുന്ന കാര്യം എന്താണെന്നറിയാവോ, അവൻ കടയിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അനിത എന്ന് പറഞ്ഞ ആ പെൺകുട്ടിനെ സ്വപ്നം കാണുമായിരുന്നു. പല സമയത്തും അനിതയുടെ പേര് പോലും അവൻ പറയാറുണ്ട്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഗോമതി, ഞാനാണോ അവന്റെ ജീവിതം നശിപ്പിച്ചത്? എന്താ ബാലേട്ടൻ നിങ്ങൾ ഈ പറയണത്? ബാലേട്ടൻ എങ്ങനെ അവന്റെ ജീവിതം നശിപ്പിക്കും? ബാലേട്ടൻ അവന്റെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ലേ നോക്കിയത്. നമ്മളിപ്പോ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അവന്റെ ഒരു വിവാഹം മുടങ്ങി, പക്ഷെ നമ്മൾ ഇതുകൊണ്ട് നിർത്തിവെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അവന് വിവാഹ നിശ്ചയമല്ലേ മുടങ്ങിയുള്ളൂ, വിവാഹം മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെക്കാം. വിവാഹം നമ്മൾ അടുത്ത മാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചാണല്ലോ. അപ്പൊ അടുത്ത മാസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു പെൺകുട്ടിനെ അവന് വേണ്ടി കണ്ടുപിടിക്കണം. അത് അവന്റെ ഇഷ്ടം നോക്കൊന്നും വേണ്ട, നമ്മൾ വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കുക, വിവാഹം നടത്താം, അത്രയും മതി. അവന്റെ വിവാഹത്തിന് സമ്മതിക്കാൻ പോണൊന്നുമില്ല എന്ന് പറയാണ് ഗോമതി. അപ്പോഴും ഇത്രയും മീനാക്ഷിയും അതുപോലെ തന്നെ ദേവിയും പറയുന്നുണ്ട്, അതെ 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 ബാലച്ച, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇനി മാമന്റെ സമ്മതം ചോദിക്കേണ്ട കാര്യം മാമ എന്നെ സമ്മതിക്കില്ല. കാരണം അനിത എന്ന് പറഞ്ഞ ചേച്ചി അത്രമാത്രം മാമന്റെ മനസ്സിൽ കയറി പറ്റിയതാണ്. അത് നമുക്ക് പെട്ടെന്ന് തുടച്ചു നീക്കാൻ സാധിക്കൊന്നുമില്ല. എന്തായാലും വിവാഹം നിശ്ചയമല്ലേ മുടങ്ങിയുള്ളൂ, വിവാഹം ഒന്നും മുടങ്ങിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. വിവാഹത്തിൽ ഒരു കണക്കിന് നന്നായി അവരിപ്പൊ തന്നെ ഒഴിവ് പറഞ്ഞത്. വിവാഹ നിശ്ചയം നടന്നിട്ടാണ് ഈ ഒഴിവ് അവർ പറഞ്ഞെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം വിഷമമായാണ്. വിവാഹത്തിന് തലേന്ന് പോലും വിവാഹം മുടങ്ങി എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അധികം വെച്ച് നോക്കുമ്പോൾ ഇത് ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. ഇത്രയും നമ്മളെ വിശ്വാസമില്ലാത്ത ബന്ധങ്ങൾ പോട്ടെ എന്നൊക്കെ പണ്ട് ബാലിനെ സമാധാനിപ്പിക്കുകയാണ് മരുമക്കള്. അപ്പൊ ആര്യനൊക്കെ പറയണ്ട, അതേ അച്ചാച്ചൻ ഇങ്ങനെ വിഷമിക്കേണ്ട, നമുക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടുപിടിക്കാന്ന് പറയണ്ട. അങ്ങനെ ദേവി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകലയും ഉദയഭാനും കൂടി നിശ്ചയത്തെ വരാൻ വേണ്ടി ഉടുത്തെരിഞ്ഞ് നിൽക്കാട്ടോ. വേഗം വാ മനുഷ്യ, നീ അവിടെ നിശ്ചയമൊക്കെ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ പോകാൻ വരുമ്പോഴേക്കും ദേവി ഫോൺ വിളിക്കുന്നുണ്ട് അമ്മേനെ. അമ്മേ, എടി ഞങ്ങളിപ്പൊ എത്തോടി, എന്താടി അവിടെ നിശ്ചയം കഴിഞ്ഞു? ഒന്നും പറയടി. എന്ത് പറയാൻ, അവിടെ ഇറങ്ങാൻ നേരത്തതേ ടയർ പഞ്ചറായി പോയി വണ്ടിയുടെ. നമ്മൾ ആ വാടക വണ്ടിയാണല്ലോ പിടിച്ചത്, ആ വണ്ടിയുടെ ടയർ പഞ്ചറായി, അതുകൊണ്ടാണ് സമയം വൈകിയത്. ഇപ്പൊ എത്താട്ടോ മോളെ എന്ന് പറയാണ്. വേണ്ടമ്മേ, അമ്മ ഇങ്ങോട്ട് വരണ്ട. എടി എന്താടി ഞങ്ങളൊന്ന് വൈകിന്ന് വെച്ചിട്ട് വരണ്ടെന്നൊക്കെയാണോ നീ പറയണത്? അതല്ലമ്മേ, ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അതെന്താ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് എല്ലാരും പോയോ? അമ്മ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അമ്മ ഒന്ന് കേക്ക്. അച്ഛനുണ്ടോ അടുത്ത്? ഉണ്ടല്ലോ. അമ്മേ, വിവാഹ നിശ്ചയം മുടങ്ങി അമ്മേ. വിവാഹ നിശ്ചയം മുടങ്ങിയെന്നോ? എങ്ങനെ മുടങ്ങിയെന്ന്? അത് വലിയൊരു കഥയാമേ. അവര് വിവാഹ നിശ്ചയ സമയത്ത് മുഹൂർത്ത സമയത്ത് അവരിവിടെ വന്നില്ല. അവിടെ പോയി അന്വേഷിച്ചപ്പോഴേക്കും അവരുണ്ടല്ലോ ആ കൃഷ്ണമംഗലംകാര് അച്യുതനും അനന്തനും അവര് ആ പെണ്ണിന്റെ വീട്ടുകാരെ പോയി കണ്ട് സ്വാധീനിച്ച് വിവാഹം നിശ്ചയം മുടക്കി അമ്മേ. ആഹാ, അത് കൊള്ളാലോ. എല്ലടി ദേവി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ദേവമംഗലത്തെ വിവാഹമൊന്നും ഒരു സമയത്ത് നടക്കില്ലേ എന്ന് ചോദിക്കാണ്. എന്താ അമ്മേ അങ്ങനെ പറഞ്ഞതല്ല, ആദ്യ വിവാഹം എല്ലാവരുടെ മുടങ്ങാറാണല്ലോ. ഇപ്പൊ തന്നെ നോക്ക്, ആര്യനും ആകാശം ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചുകൊണ്ട് അവരുടെ കല്യാണം നടന്നു. നിന്റെ ആനന്ദ് എത്രയോ പെണ്ണുങ്ങളെ കണ്ടതാണ്, അവസാനം നീ കെട്ടി. അപ്പൊ ദേ ഇപ്പൊ ധർമ്മനും വിവാഹം മുടങ്ങി. അല്ല, അവരുടെ വിവാഹം എല്ലാം ഇങ്ങനെ തന്നെ, ഒന്നില്ലെങ്കിൽ ഒളിച്ചോട്ടം അല്ലെങ്കിൽ വിവാഹം മുടങ്ങും. ഇത് തന്നെയാണോ അമ്മ? ഇതേ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ തമാശ പറയല്ലേ. അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണത്? വിവാഹം മുടങ്ങി, എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. വീട്ടിലേക്ക് പോവാണോ? ഞങ്ങള് വീട്ടിലെത്തി അമ്മേ. ഇടി മോളെ, എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. വിവാഹം മുടങ്ങിയ വിഷമത്തിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നായിരിക്കുമല്ലോ അവിടുത്തെ പുതിയൊരു ആശയം. അതേമ്മേ, എടി നമുക്ക് നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ച് നമ്മുടെ ധർമ്മനെ കൊടുത്താലോ? അമ്മേ, അത് നല്ലൊരു ആശയമാണ് അമ്മേ. നല്ലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയാമേ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്തണമേ. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുമേ എന്നൊക്കെ പറയാട്ടോ ദേവി. ദേവര പറയണ്ടേ, എടി പെണ്ണിനെ അന്വേഷിച്ച് നമ്മളെന്തിനായിട്ട് നടക്കണത്? അതെന്താ,
അമ്മയുടെ പരിചയത്തിൽ ഏതെങ്കിലും പെണ്ണുണ്ടോ? അമ്മയുടെ ബന്ധുക്കളൊന്നും വേണ്ടിട്ട് അമ്മേ. എടി ബന്ധുക്കളൊന്നല്ല, നിന്റെ സ്വന്തം അനിയത്തിയില്ലേടി. ആര്? വിദ്യയോ? അമ്മ ദൈവത്തെ കളിക്കില്ല കേട്ടോ. എടി കാര്യത്തിലാ പറയണത്. അവൾക്ക് എന്തായാലും നല്ലൊരു ബന്ധം കിട്ടാൻ പോണില്ല. നമ്മളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ കള്ളത്തരോ നമ്മുടെ ഈ കള്ള സ്വഭാവമൊക്കെ വെച്ചിട്ട് ആര് നമുക്ക് ഒരു നല്ല പയ്യനെ കിട്ടാനാ? എന്താലോചന കിട്ടാനാ? പിന്നെ കുറെ പറ്റിച്ച് വിവാഹം നടത്താന്നല്ലാണ്ട് അതും ഒരു കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിന്നെ അങ്ങനെ തന്നെയല്ലേ കെട്ടിച്ചത്, എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോടി. അതുകൊണ്ട് ധർമ്മനും അവളും തമ്മിൽ നല്ല പ്രായ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. പക്ഷെ അവൾക്ക് സമ്മതമെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാടി. അമ്മ ഒന്ന് പൊയ്ക്കേ, അമ്മ പോവാൻ നോക്ക്. നീ വേണ്ട, സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഞങ്ങളെ നേരിട്ട് ബാലനോട് സംസാരിച്ചോളാം എന്ന് ശ്രീകല പറയാണ്. അതേസമയം ധർമ്മനാണെങ്കിൽ വിഷമിച്ചിരിക്കാട്ടോ. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാലൻ എന്തൊക്കെയോ പറയുമ്പോഴേക്കും ധർമ്മന് ഫീൽ ആവുന്നുണ്ട്. ധർമ്മം പറയണ്ടേ, ഞാനെന്നാ അപ്പുറത്തേക്ക് പോയി നിന്നോളാം, ഞാൻ കൃഷ്ണമംഗലത്ത് പോയിക്കോളാം. പൊയ്ക്കോ, അപ്പൊ നിനക്ക് എന്നെ അത്രയും വരെയുള്ളൂ അല്ലേ, നീ എന്നെ ഇറങ്ങി പൊയ്ക്കോടാ എന്ന് ധർമ്മനോട് പറയുമ്പോ ധർമ്മ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് വീടിന്റെ പടി ഇറങ്ങാട്ടോ. അപ്പൊ ഗോമതി പറഞ്ഞിട്ട്, അയ്യോ ബാലേട്ട് അതേ ധർമ്മം പോകുവാണ്, അവനോട് പോവല്ലേന്ന് പറ, നമ്മുടെ ഫസ്റ്റ് മോൻ അവനല്ലേ, അവന് പോവാൻ പറ്റുമെങ്കിൽ പോട്ട് ഗോമതി എന്ന് പറയാണ്. പക്ഷെ ബാലൻ വിചാരിക്കും പോവില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ധർമ്മൻ പോകുവാണ്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല ധർമ്മം പോണത്. ഇനി കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകണ്ട, ബാലിന് താൻ കാരണം ഒരുപാട് വിഷമിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനി വിഷമിക്കേണ്ട വെച്ചിട്ടാണ് ധർമ്മം പോകുന്നത്. പക്ഷെ ബാലിന് അത് താങ്ങാവുന്നതിലപ്പുറമാണ്. ബാലിന് അത് പൊട്ടിക്കരയാട്ടോ. അങ്ങനെ ധർമ്മൻ സ്വന്തം വീട്ടിലേക്ക് പോകുകയാണ്. അവിടേക്ക് പോകുമ്പോഴേക്കും അച്യുതൻ അനന്തരം ധർമ്മന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണ്ടേ, വേറൊന്നിനല്ല ബാലിനെതിരെ അടുത്ത ഒരു ഇത് നീക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് തമിഴിലെ പോലെ അല്ല ഈ സീൻ പോണത്. തമിഴ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇന്നലെ പറഞ്ഞ റിവ്യൂ പോലെ തന്നെ ഈ ധർമ്മന്റെ വിവാഹ നിശ്ചയമല്ല, വിവാഹമാണ് മുടങ്ങുന്നത്. ഈ വിവാഹം മുടങ്ങുമ്പോഴേക്കും ആ പന്തലിൽ തന്നെയുള്ള പെണ്ണിനെ കൊണ്ടിട്ടാണ് ഈ ധർമ്മന്റെ വിവാഹം കഴിപ്പിക്കുന്നത് കേട്ടോ. ആ പെണ്ണ് കാണാനൊക്കെ നല്ല സുന്ദരിയൊക്കെയാണ്, ചെറുപ്പമാണ്, ധർമ്മനെക്കാളും ചെറുപ്പമാണെങ്കിൽ പോലും ആ പെണ്ണ് ഭയങ്കര സാധനം കേട്ടോ. ഈ കുടുംബം കലക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിദ്യ എന്ന് പറയാൻ കാരണം എന്താണ്, അങ്ങനത്തെ ഒരു ആശയം ശ്രീകലയും ഉദയഭാനും നമ്മുടെ ദേവിയെടുത്ത് പറയുന്ന ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. അത് കേൾക്കുമ്പോഴേക്കും ബാലന് ചിലപ്പോൾ സന്തോഷം ആകുമായിരിക്കും. പക്ഷെ ദേവി സമ്മതിക്കില്ല. കാരണം ദേവിക്ക് അറിയാലോ, ആ ദേവി തന്നെ വന്ന് കയറിയത് ഒരു അബദ്ധമായിട്ടാണ് ദേവിക്ക് തോന്നുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അത് ഓരോന്ന് ആലോചിച്ചിട്ട് ദേവി തീ തിന്നുമ്പോ അനിയത്തെയും കൂടി കയറി വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്തായാലും ധർമ്മൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോകുന്ന സമയത്ത് പിന്നെ അനുമോളാണ് അടുത്തത് ഇറങ്ങി പോകാൻ പോണത്. കാരണം അലോകിന്റെ കൂടെ ഇറങ്ങി പോകും കേട്ടോ അനുമോൾ. പക്ഷെ ഇറങ്ങി പോണ സമയത്താണ് അലോകിന്റെ സ്വഭാവം മനസ്സിലാക്കുകയും പിന്നെ അലോകിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അനുമോള് തീരുമാനിക്കുന്നത്. അതൊക്കെ ഓൾറെഡി ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പേ റിവ്യൂ ഇട്ടതാണ്. ഇപ്പൊ ധർമ്മന്റെ വിവാഹം വന്നതുകൊണ്ട് മാത്രമാണ് തമിഴിൽ ഈ ഭാഗം കൂടി പറഞ്ഞത്. തമിഴിലെ പോലെ അല്ല ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ ആ ഭാഗം കറക്റ്റ് ആണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് തമിഴിലെ ഭാഗമല്ല, മലയാളത്തിൽ നടക്കാൻ പോകുന്ന റിവ്യൂ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. Bye bye.